Good evening, all. Let us discuss a new topic, difference between conversation and other speech event. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു what is conversation, then conventions and characteristics of conversation. Today, let us have a look at what are the difference between conversation and other speech event. Like conversation is an interaction between two and both participants have to contribute alike. അപ്പോൾ കോൺവെർസേഷന്റെ ഒരു ക്വാളിറ്റി തന്നെ ഇറ്റ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് വൺ അല്ലെ, ഇന്ററാക്റ്റീവ് ആണ് അല്ലെ. ലിസണർ ആൻഡ് സ്പീക്കർ അല്ലെ, രണ്ടു പേർക്കും എന്തുണ്ട്, ഹാവ് ടു കോൺട്രിബ്യൂട്ട് അലൈക്ക് അല്ലെ, ഒരേ സമയത്ത് തന്നെ എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അതാണ് കോൺവെർസേഷനെ മറ്റു സ്പീച്ച് ഇവന്റിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തുന്നത് അല്ലെ. അറ്റ് ദ സെയിം ടൈം other speech events are different from conversation because both participants cannot contribute alike. അല്ലെ, മറ്റ് സ്പീച്ച് ഇവന്റിന്റെ ഒക്കെ പ്രത്യേകത എന്താ, ഒരേ സമയത്ത് ലിസണർക്കും സ്പീക്കർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക് ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിലൂടെ പോവാം. കോൺവെർസേഷൻ. It has no specific setting, no specified agenda and no pre-decided. അല്ല, ഇപ്പോ സാധാ കോൺവെർസേഷൻ ആണെങ്കിൽ ഒരു എന്തില്ല, ഒരു പ്രീ ഡിസൈഡഡ് സ്ഥലമില്ല, അതുപോലെ തന്നെ ഒരു അജണ്ട ഉണ്ടാവില്ല, അതുപോലെ തന്നെ നോ പ്രീ ഡിസൈഡഡ് ടൈം അല്ലെ. ദാറ്റ് ക്യാൻ ബി ഫ്രം എനി പ്ലേസ് എനിവെയർ അറ്റ് എനി ടൈം അല്ലെ. ഇങ്ങനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒന്നല്ല കോൺവെർസേഷൻ. എന്നാലോ അതർ സ്പീച്ച് ഇവന്റ് എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, അത് എന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഹാസ് എ സ്പെസിഫൈഡ് ടൈം സെറ്റിംഗ്. ദാറ്റ് ക്യാൻ ബി ക്ലാസ് റൂം, ഹാൾ, സെമിനാർ ഹാൾ ആവാം അല്ലെ, കമ്പനി ആവാം അല്ലെ, ഇപ്പോ ലെക്ചർ ആവട്ടെ, മറ്റേത് അത് സ്പീച്ച് ഇവന്റ് ഏതും ആവട്ടെ, ഏതാണെങ്കിലും അതിനൊരു പ്രത്യേക പ്രിസ്ക്രൈബ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കും, ടൈം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു ക്ലാസ് നടക്കുകയാണെങ്കിലും അതിനൊരു ടൈം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. എന്നാൽ കോൺവെർസേഷൻ ആണെങ്കിൽ എന്തുണ്ടാവില്ല, ദർ ഈസ് നോ സ്പെസിഫൈഡ് ടൈം സെറ്റിംഗ്സ് അല്ലെ ആൻഡ് പ്ലേസിൽ ഉണ്ടാവില്ല. പിന്നെ റെസിപ്രോക്കൽ ആണ്. കോൺവെർസേഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് എക്സ്ചേഞ്ച് ആണ് അല്ലെ, ബിറ്റ്വീൻ ടു, രണ്ടാളുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഏത് ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അത് റെസിപ്രോക്കൽ ആണ്, രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരേ സമയത്ത് ഇൻഫോർമേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലോ അതർ സ്പീച്ച് ഇവന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റെസിപ്രോക്കൽ. ഇപ്പൊ ഒരു ലെക്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താവില്ല, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ആര് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ലെക്ചർ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല, പരസ്പരം മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസൻസി പെയർ ആണ് കോൺവെർസേഷന്റെ മറ്റൊരു ക്വാളിറ്റി. അഡ്ജസൻസി പെയർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിനാണ് അല്ലെ, യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, അഡ്ജസൻസി പെയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺവെർസേഷൻ ആണെങ്കിൽ ഗ്രീറ്റിംഗ് ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അദ്ദേഹം ഒരു ഗ്രീറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മറുപടി ഉണ്ടായിരിക്കും. ഹായ് ആണെങ്കിൽ ഹലോ, അതുപോലെ തന്നെ ഹൗ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീപ്ലൈ ഉണ്ടായിരിക്കും, എന്ത്, ഐ ആം ഫൈൻ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു യൂണിറ്റ് അല്ലെ, ഒരു ഗ്രീറ്റിംഗിന് മറുപടി, ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ഇങ്ങനെ വരുന്ന ഈ ഒരു യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയാ, അഡ്ജസൻസി പെയർ എന്ന് പറയാം. എന്നാലോ സ്പീച്ച് ഇവന്റ് എന്ന് പറഞ്ഞത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ഒരേ സമയത്ത് ലിസണർക്കും സ്പീക്കർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, അഡ്ജസൻസി പെയർ ഉള്ള ചാൻസും കുറവാണ്. അതുപോലെ തന്നെ ടേൺ ടേക്കിംഗ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസണർ ആൻഡ് സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ടേൺ ടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാള് കോൺവെർസേഷൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ ഒരു ടോപ്പിക് സംസാരിച്ചു കഴിഞ്ഞാൽ കോൺവെർസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പൊസിഷൻ എടുക്കാം, അദ്ദേഹത്തിന്റെ ടൈം എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത്. എന്താ നോ ടേൺ ടേക്കിംഗ് ഇൻ ദ കേസ് ഓഫ് ഏത് അതർ സ്പീച്ച് ഇവന്റ് അല്ലെ. കാരണം ലെക്ചർ ആണെങ്കിൽ അവിടെ ഒരിക്കലും തന്നെ ലിസണേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സ്വന്തം ടേൺ എടുക്കാൻ
ബുദ്ധിമുട്ടാണ് അല്ലെ. ഇമ്മീഡിയറ്റ് വെർബൽ ഫീഡ്ബാക്ക് അല്ലെ, കോൺവെർസേഷന്റെ കേസിൽ എന്ത് പോസിബിൾ ആണ്? ഇമ്മീഡിയറ്റ് വെർബൽ ഫീഡ്ബാക്ക് അല്ലെ, രണ്ടുപേർക്കും ഒരേ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റീപ്ലേ പോസിബിൾ ആണ് ഇവിടെ കോൺവെർസേഷനിൽ. എന്നാലോ അതർ സ്പീച്ച് ഇവന്റ്സിലോ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് എന്തില്ല, പോസിബിൾ അല്ല. കാരണം ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ആരാണോ സ്പീക്കർ അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഇന്ററാക്റ്റീവ് അല്ലെ, നേരത്തെ പറഞ്ഞിരുന്നു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ററാക്റ്റീവ് ആണ് അല്ലെ. സ്പീക്കറും ലിസണേഴ്സും ഒരേ സമയത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാലോ അതർ സ്പീക്ക് ഇവന്റിന്റെ ഒരു പ്രത്യേകത എന്താ, ഇവന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താ, ലെക്ചർ ഒക്കെ ആണെങ്കിൽ ക്യാൻ ബി ഇന്ററാക്റ്റീവ് ബട്ട് കൺട്രോൾഡ് ബൈ ദി ലെക്ചർ അല്ലെ. ഇന്ററാക്റ്റീവ് ആവും, അതിനൊരു ടൈം ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ ഉണ്ടായിരിക്കും, ബട്ട് ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ലെക്ചർ. ഇത്രയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഏതൊക്കെ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവന്റ്സ് ലൈക്ക് ലെക്ചർ.